അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പ്രൊമോ വന്നിരിക്കുകയാണ്. ആ പ്രൊമോയിൽ ഏറ്റവും അധികം ഞെട്ടിക്കുന്നത്, അതായത് നമ്മുടെ ബിഗ് ബോസ് സീസണിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ സംഭവിക്കാത്തൊരു സംഭവം സംഭവിച്ചിരിക്കുകയാണ്. അതായത് ഒരു യെല്ലോ കാർഡ് ഒരു മത്സരാർത്ഥിക്ക് കൊടുത്തിരിക്കുകയാണ്. യെല്ലോ കാർഡ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഒരു കാർഡും കൂടി വന്നാൽ അത് റെഡ് കാർഡായിട്ട് മാറും, പുറത്താക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. ഇതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ലാലേട്ടൻ വരുന്നു, വന്ന ശേഷം പറയുന്നു, ഇനി ഒരു വാണിംഗ് കൂടി വരികയാണെങ്കിൽ ഞാൻ നമ്മുടെ റെഡ് കാർഡ് എടുക്കും, റെഡ് കാർഡ് എടുത്തിട്ട് ഡയറക്റ്റ് പുറത്തേക്ക് വിടും എന്ന് പറയുന്നുണ്ട്. ഇതിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്, ഇത് സീക്രട്ട് ഏജന്റിനാണോ അഭിഷേകിനാണോ കിട്ടുന്നത് എന്ന്. ഇത് രണ്ടു പേരിൽ ഒരാൾക്ക് തന്നെയാണ് കിട്ടുന്നത് എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് സീക്രട്ട് ഏജന്റിനാണോ കിട്ടുന്നത് എന്ന് എനിക്ക് നല്ല രീതിയിൽ ഡൗട്ടുണ്ട്. പക്ഷേ അതിന് മുൻപ് വന്ന ഒരു പ്രൊമോയിൽ കാണിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഭിഷേകിനെ ഉദ്ദേശിച്ചിട്ടാണ്, നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രൊമോ വന്നിരുന്നു. അതായത് ഒരു കമ്മ്യൂണിറ്റീനെ എതിർത്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ എന്തായാലും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതേ കാര്യം തന്നെ നെക്സ്റ്റ് പ്രൊമോയിലും ഇടുന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത് സീക്രട്ട് ഏജന്റ് കൊടുക്കുന്ന ഒരു വാണിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാധാരണ എല്ലാവരും വന്നിട്ട് പുറത്തെ കാര്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ അറിയാറുണ്ടെങ്കിലും ഇപ്രാവശ്യം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സീക്രട്ട് ഏജന്റ് അകത്ത് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു വാണിംഗ് അല്ല, 2 വാണിംഗ്, ഫൈനൽ വാണിംഗ് വരെ കിട്ടിയ ഒരാളാണ് സീക്രട്ട് ഏജന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം സീക്രട്ട് ഏജന്റിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രൊമോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്.